കാര്യവും ഒക്കെ വിറയ്ക്കുന്നുണ്ടടി കാവ്യ. അതിനിന്ന് നിങ്ങളുടെ കല്യാണമല്ലല്ലോ, നിശ്ചയമല്ലേ. നീ പേടിക്കൊന്നും വേണ്ടടി. കാവ്യ അവളെ ആശ്വാസപ്പെടുത്തി. അതല്ലടി, എനിക്കെന്തോ ടെൻഷൻ പോലെ. കുഴപ്പമൊന്നുമില്ലല്ലോ? ആരതി ചോദിച്ചതിന് കാവ്യ കണ്ണ് ചിമ്മിക്കാണിച്ചു. ആരതിയുടെ വീടിൻ്റെ ഹാൾ. നിശ്ചയത്തിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും ഒരുക്കിയിട്ടുണ്ട്. ആരതിയുടെ വീട്ടിലെ മുതിർന്ന ആളുകളും ചുറ്റും ഇരിക്കപ്പെട്ടു. തിരുമേനി മുഹൂർത്തം നോക്കി നല്ലൊരു ഡേറ്റ് പറഞ്ഞു. ഏപ്രിൽ 16-ന് 11-നും 12-നും ഇടയ്ക്ക്. അതിനോടെല്ലാവരും യോജിച്ചതും തിരുമേനിക്ക് ദക്ഷിണ കൊടുത്തു. തിരുമേനി പോയതും ആരതിയെ എല്ലാവരും കൂടി ആർദ്രവിൻ്റെ അടുത്തേക്ക് നിർത്തി. മോനെ ആർദ്രവേ, ഈ ബോക്സ് അവൾക്ക് കൊടുക്ക് എന്നും ആരതി പറഞ്ഞതും ആർദ്രവ് ബോക്സ് ആരതിക്ക് കൊടുത്തു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ആർദ്രവിൻ്റെ വീട്ടുകാർ അവരുടെ വീട്ടിലേക്ക് പോയി. പതിയെ വീട്ടിലുണ്ടായിരുന്നവരും പോവാൻ തുടങ്ങി. ഇപ്പോൾ ആരതിയുടെ വീട്ടിൽ രമ്യയും പ്രസാദും അരുണും ധ്രുവും ആരതിയും മാത്രമേ ഉള്ളൂ. ആരതി കുളിച്ച് ഫ്രഷായി ബ്ലാക്ക് ടീഷർട്ടും നേവി ബ്ലൂ കളർ നിക്കറും ഇട്ട് ആർദ്രവ് അവൾക്ക് കൊടുത്ത ബോക്സ് തുറക്കുവാനെടുത്തു. അത് അവൾ തുറന്നതും അതൊരു ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു. അവളത് കഴുത്തിലിട്ട് നോക്കി. അത് ബോക്സിൽ തന്നെ വെച്ചിട്ട് കിടക്കാൻ നിന്നതും റൂമിലെ ഗ്ലാസ് ഡോർ ആരോ വലിക്കുന്ന പോലെ തോന്നിയതും അവൾ പേടിച്ച് ഗ്ലാസ് ഡോറിൻ്റെ അടുത്തേക്ക് പോയി. ഗ്ലാസ് ഡോറിൻ്റെ കർട്ടൻ മാറ്റാൻ നിന്നതും അവൾ ഒരു നിമിഷം ആലോചിച്ചു. എൻ്റെ ദൈവമേ, ഇനി പ്രേതമായിരിക്കുമോ? ദൈവമേ, ഇനി അതാവല്ലേ. അങ്ങനെ വല്ലതും ആയാൽ എൻ്റെ പുന്നാര ഭാവി കെട്ടിയവൻ വിധവനാവും. കാരണം പ്രേതത്തെ കണ്ടാൽ ഞാൻ അപ്പം പേടിക്കും. ആയിരിക്കല്ലേ എന്നും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കർട്ടൻ അവൾ മാറ്റിയതും ഗ്ലാസ് ഡോർ തുറന്നതും ഒരുമിച്ചായതുകൊണ്ട് പുറത്തു നിന്നിരുന്നയാൾ ആരതിയെയും കൊണ്ട് നിലത്തേക്ക് വീണു. നിലത്തേക്ക് വീണ ആഘാതത്തിൽ അയാൾ അവളെയും കൊണ്ട് ഉരുണ്ടു. ആരതിയുടെ മുകളിലായി അയാൾ വന്നതും ആരതി മുഖത്തേക്ക് വന്ന മുടികൾ വകഞ്ഞു മാറ്റി അവളുടെ മേലിൽ കിടക്കുന്നയാളെ നോക്കിയതും അവൾ ഞെട്ടി പണ്ടാരമടങ്ങി. നിങ്ങളെന്താ മനുഷ്യ? തേ പൊയ്ക്കോ, ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. ആർദ്രവാണ് അവളുടെ മുകളിൽ കിടക്കുന്നതെന്ന് കണ്ടതും അവൾ അവനോട് പറഞ്ഞു. ഓ, നീ ഒച്ച വെച്ച് ആളെ കൂട്ടുമോ? എങ്കിൽ ഞാൻ പറയും നീ എന്നെ വിളിച്ച് വീട്ടിൽ കയറ്റിയതാണെന്ന്. ആർദ്രവ് പുരികം പൊക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനോ? എപ്പോ? ഞാനൊന്നും നിങ്ങളെ വിളിച്ചിട്ടില്ല. ദേ, നുണ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ കുത്തി. എൻ്റെ നെഞ്ച് കലക്കി കൊല്ലാതടി പെണ്ണെ. ഞാൻ നുണ പറയണ്ട എന്നുണ്ടെങ്കിൽ നീ ഒച്ച വെക്കാതിരുന്നോ? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കാൻ തുടങ്ങി. ഈ പെണ്ണിപ്പോൾ എന്നെ പുരുഷനാക്കുമല്ലോ, ഉണ്ടാ കണ്ണു നോക്കിക്കൊണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? വീട്ടിൽ പോയി ഉറങ്ങിക്കൂടെ എന്ന് ആരതി അവനെ നോക്കി പറഞ്ഞു. വെറുതെ നിന്നെ നോക്കി നിൽക്കാൻ നല്ല ഭംഗിയാണ്. തൽക്കാലത്തേക്ക് എനിക്ക് പോകാൻ വയ്യ. ആർദ്രവ് ഒറ്റക്കണ്ണിറുക്കി പറഞ്ഞു. ആണോ? എങ്കിൽ ഞാൻ പോവാം എന്നും പറഞ്ഞ് ആരതി ആർദ്രവിനെ തള്ളി മാറ്റി എഴുന്നേറ്റു. അവൾ അവനെ തള്ളി മാറ്റിയത് കൊണ്ട് അവൻ നിലത്തു മലർന്നു കിടന്നു. ആരതിയെ നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ അവളുടെ വേഷം നോക്കിയത്. ഒരു ടീഷർട്ടും മുട്ടിന് കഷ്ടിച്ച് താഴെ വരെയുള്ള നിക്കറും. അവൻ അവളെ തന്നെ നോക്കാൻ തുടങ്ങിയതും ആരതി അവളെ ഒന്ന് അടിമുടി നോക്കി. ആ നിമിഷം തന്നെ അവൾ തലയിൽ കൈവച്ചു. ഓ ഷിറ്റ്, ഇന്നിരുന്നിവിടെ വല്ലതും നടത്തും. എനിക്കെൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മൂന്നാറിൽ വെച്ച് നടത്തണമെന്നാ. മിക്കവാറും ഇപ്പം ഈ റൂമിൽ വെച്ച് നടക്കും. മോളെ ആരതി, അവനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കിക്കോ എന്നൊക്കെ ആരതി അവളോട് തന്നെ മനസ്സിൽ പറഞ്ഞ് അവനെ പറഞ്ഞു വിടാനുള്ള പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങി. പെട്ടെന്ന് തലയിൽ ബൾബ് മിന്നിയതും അവൾ നാണത്തോടെ ആർദ്രവിനെ നോക്കി. അവളുടെ നാണം കണ്ട ആർദ്രവ് വലുതെന്തോ കിട്ടാൻ പോകുന്നു എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് നിന്നു. അവൻ്റെ നീക്കം പ്രതീക്ഷിച്ച് ആരതി മനസ്സിൽ ഊറിച്ചിരിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് പോയതും ആരതിയും പതിയെ പിന്നിലേക്ക് പോകാൻ തുടങ്ങി. അവൾ ഗ്ലാസ് ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട ആർദ്രവ്, ഓഹോ, അപ്പോൾ ഇവിടെ എന്നെ പറഞ്ഞു വിടാൻ നോക്കുകയാണല്ലേ. മോളെ ആരതി, ഞാൻ ഇന്ന് പോകുന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞവൻ. ആരതി പോകുന്നതിനനുസരിച്ച് ആർദ്രവ് വരാത്തത് കണ്ടപ്പോൾ ആരതി അവിടെ നിന്നതും ആർദ്രവ് ബെഡിൽ പോയിരുന്നു. ഇത് കണ്ട ആരതി, ഇനി ഇത് പോവൂലേ? മൈ ഗോഡ്, അച്ഛനും അമ്മയും ഏട്ടന്മാരോ കണ്ട എന്താ വിചാരിക്കുക? ഇങ്ങേർക്ക് അതൊന്നും അറിയണ്ടല്ലോ. ബെഡിലിരിക്കുന്നിരിപ്പ് കണ്ട ഈ റൂം അച്ഛൻ ഇങ്ങേർക്ക് എഴുതി കൊടുത്താന്ന് വരെ വിചാരിക്കും. നിങ്ങളെന്താ പോകുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ആരതി കൂട്ടുവായി ഇട്ടുകൊണ്ട് പറഞ്ഞു. ഇല്ല, നീ വേണേ ഉറങ്ങിക്കോ. ഇതേതായാലും എൻ്റെയും കൂടി റൂമാണല്ലോ. അപ്പോൾ പിന്നെ ഉറങ്ങിയെന്ന് വെച്ചൊന്നുമില്ല.
ആർദ്ര വിളിച്ചുകൊണ്ട് പറഞ്ഞതും ആരതി അവനെ നോക്കി കണ്ണുരുട്ടി. എന്നാൽ ഞാൻ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ആരതി ഡോർ തുറക്കാൻ പോയതും ആർദ്രവ് പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ചു. അവൻ്റെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പുരികം പൊക്കി. എന്നാൽ ഞാൻ പോയി ഉറങ്ങട്ടെ. അതിന് നീ എന്തിനാ പുറത്തേക്ക് പോകുന്നേ? ഇതല്ലേ നിന്റെ റൂം, നീ ഇവിടെയല്ലേ ഉറങ്ങാറ്? ആർദ്രവ് പറഞ്ഞു. അതെ, ബട്ട് നിങ്ങളല്ലേ പറഞ്ഞത് ഇത് നിങ്ങളുടെയും കൂടി റൂമാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെയാണ് ഇന്ന് ഉറങ്ങുന്നതെന്ന്. എനിക്കാണെങ്കിൽ ഒരാൾ കിടക്കുന്ന റൂമിൽ കിടന്ന് ഉറക്കം വരില്ല എന്ന് ആരതി ഇളിച്ചുകൊണ്ട് പറഞ്ഞതും ആർദ്രവ് അവളെ ഒരുമാതിരി നോട്ടം നോക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ പോയ ഇതിനെയൊക്കെ കെട്ടിയാ ഞാൻ ഫസ്റ്റ് നൈറ്റ് എവിടെ നടത്തും? മോനെ ആർദ്രവ്, ഇവൾ പിരിപോയ ഐറ്റമാണ്, സോ ബി കെയർഫുൾ. അവൾ വീണ്ടും ഡോറിൽ പിടിച്ചതും ആർദ്രവ് അവളെ പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ഓ അമ്മേ, എൻ്റെ നടു! ബെഡിൽ വീണ അതേ ടൈം വേദന കൊണ്ട് ആരതി വിളിച്ചു കൂവിയതും ആർദ്രവ് അവളുടെ വായ പൊത്തി. പൊന്നെ, ഒച്ച വെച്ച ആളെ കൂട്ടില്ലേ. നീ ഇപ്പോൾ എങ്ങോട്ടും പോകണ്ട, ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാ. അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. ആരതി വായ പൊത്തിയ കൈ ആർദ്രവ് പതുക്കിയെടുത്തു. എന്നിട്ടാണോ നിങ്ങൾ ഒരുമാതിരി നോട്ടം നോക്കിയത്? അയ്യ, നോക്കാൻ പറ്റിയ ആള്. ഞാൻ സംസാരിക്കാൻ വന്നതാ അന്ന്. അവൻ പറഞ്ഞത് കേട്ടതും ആരതി അവനെ തുറിച്ചു നോക്കാൻ തുടങ്ങി. ആണോ? കാണാൻ പറ്റിയ ആള്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണവോ ഇങ്ങോട്ട് ഈ രാത്രി വന്നത്? ആരതി ദേഷ്യത്തോടെ ചോദിച്ചു. അത് പിന്നെ നിന്നോട് സംസാരിക്കാൻ. ആർദ്രവ് ചെറിയ ചമ്മലോടെയാണ് പറഞ്ഞത്. ആണല്ലേ? ഈ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൂടെ വിളിച്ചാൽ മതിയല്ലോ, അതിനിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. പോടി, നീ അത് വിട്. ഞാൻ നിനക്കത് ബോക്സ് എങ്ങനെയുണ്ട്? ആർദ്രവ് ചോദിച്ചു. സത്യം പറയാലോ, എനിക്കിഷ്ടപ്പെട്ടില്ല. ആരതിക്ക് ആ നെക്ലേസ് ഇഷ്ടപ്പെട്ടെങ്കിലും ആർദ്രവിൻ്റെ മുഖഭാവം കാണാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അവൻ്റെ മുഖം വാടിയത് കണ്ടതും ആരതിക്ക് എന്തോ പോലെയായി. പാവം, ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, മാറ്റി പറഞ്ഞേക്കാം എന്ന് മനസ്സിൽ വിചാരിച്ച് അവൾ അവനോട് പറഞ്ഞു. അടിപൊളി, എനിക്ക്. അതിനു മുമ്പ് പുറത്തുനിന്ന് ശബ്ദം കേട്ടതും ആർദ്രവും ആരതിയും ഒരുപോലെ ഞെട്ടി. അയ്യോ എൻ്റെ ദൈവമേ, അരുണേട്ടനും ധ്രുവേട്ടനും പമ്പിലേക്ക് പോകാൻ ഇറങ്ങിയതായിരിക്കും. അവരെങ്ങനെ നിങ്ങളെ കണ്ട? ഞാൻ പറഞ്ഞത് നിങ്ങളോട് പോകാൻ, അപ്പോൾ കേട്ടില്ല. ആരതിയുടെ ഉള്ളിൽ നാഗവല്ലി ചെറുതായിട്ട് പുറത്തേക്ക് വന്നു. ടുക് ടുക്. വീണ്ടും ശബ്ദം തുടർന്നതും ആരതി ആർദ്രവിൻ്റെ വായ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. ഷ്, ഒച്ച വെക്കരുത്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആർദ്രവിനെ ബെഡിലേക്ക് പതിയെ തള്ളിയിട്ട് അവൾ ഗ്ലാസ് ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് കർട്ടൻ പതിയെ നീക്കിയതും ധ്രുവുമാരോടും ടെറസ് വഴി റൂമിലേക്ക് കയറാൻ നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ പോവല്ലേ, വരികയാണല്ലേ? എങ്ങോട്ടേക്കാവോ രണ്ടും പോയിരുന്നത്? വഴിയുണ്ട്, ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ആരതി ഗ്ലാസ് ഡോർ തുറന്നു. ഇത് കണ്ട് ആർദ്രവ് മനസ്സിൽ ഇവളെന്താ ഈ ചെയ്യുന്നേ? എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഇവൾ ഡോറ് തുറന്നു കൊടുക്കുവാണോ? ആരു എന്നവൾ അവൻ പതുക്കെ വിളിച്ചു. ഏട്ടന്മാരെ എന്ന് ആരതി നീട്ടി വിളിച്ചതും ധ്രുവുമാരനും അവളെ നോക്കി. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? കുറേ നേരമായല്ലോ, ധ്രുവ് പറഞ്ഞു. ആ, ഞാൻ ഉറങ്ങിക്കൊണ്ട് നിങ്ങളെങ്ങോട്ടൊക്കെ പോയിരുന്നത്? ഇപ്പം നമ്മളെയൊന്നും പറ്റത്തില്ലല്ലോ, ആരതി ചുണ്ടു പുളുത്തിക്കൊണ്ട് പറഞ്ഞതും അവർ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് വന്നു. നീ ഞങ്ങളുടെ പുന്നാര പെങ്ങളല്ലേ, പിന്നെ നിന്നോട് പറയാതെ പോയത്? അത് നിൻ്റെ കല്യാണം ഇപ്പം അടുത്തുണ്ടാവുമല്ലോ, വെറുതെ എന്തിനാ ഈ നേരത്തെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് അടി കിട്ടുന്നത്? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാതെ പോയത്, അരുൺ പറഞ്ഞു. അങ്ങനെയാണോ? എൻ്റെ ഏട്ടന്മാർക്ക് എന്നെക്കുറിച്ച് നല്ല ചിന്തയൊക്കെ ഉണ്ടോ? ആരതി ചോദിച്ചു. നല്ല ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അരുൺ ധ്രുവിനെ നോക്കിയതും ധ്രുവ് നെഞ്ചിൽ കൈവച്ച് മേപ്പോട്ട് നോക്കി. ഇത് കണ്ട് ആരതി നെറ്റി ചുളിച്ച് അവരെ രണ്ടുപേരെയും തുറച്ചു നോക്കാൻ തുടങ്ങിയതും ധ്രുവ് നാക്ക് അടിച്ചു. അരുണിൻ്റെ കയ്യിൽ നിന്നും ആരതി കാണാതെ അവന് നുള്ളു കിട്ടിയതും അവൻ നുള്ളിയ സ്ഥലത്തൊഴിഞ്ഞുകൊണ്ട് ആരതിയെ നോക്കി പറഞ്ഞു. എന്താണെന്നോ അരു, കുറച്ച് ദിവസം നല്ല നെഞ്ചുവേദന. ഇന്നിപ്പോൾ ആ ബാൽക്കണിയെ കൊത്തിപ്പിടിച്ച് കയറാൻ വയ്യ, നീ ഒന്ന് മാറിക്കേ, ഞങ്ങൾ ഇതിലൂടെ പോട്ടെ എന്ന് ധ്രുവ് പറഞ്ഞതും അരുണും അതിൻ്റെ കൂടെ പറഞ്ഞു. അതിനെന്താ? ഏട്ടന്മാർ പോയി അത് പറഞ്ഞതും ആരതിക്ക് അവളെന്താ പറഞ്ഞെന്ന് ബോധ്യമായതും അവൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി. എൻ്റെ പൊന്നെ ആരു, നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? നീ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ നീ തന്നെ അവരോട് ഇതിലൂടെ പോകാൻ പറയുവാണോ? ഇതിന് വെളിവുമില്ലേ എന്ന് ആർദ്രവ് മനസ്സിൽ പറഞ്ഞു. ഏയ് അത് വേണ്ട, ബാൽക്കണി വഴി പോണേ മതി എന്ന് പറഞ്ഞതും അരുണും ധ്രുവും അത് കേട്ട് പരസ്പരം നോക്കി. അതെന്താ നീ അങ്ങനെ പറയുന്നത്?
നീ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ വഴി തന്നെയല്ലേ പോവാറ്, പിന്നെന്താ ഇപ്പോൾ ഒരു പറ്റായിക? അരുൺ ചോദിച്ചു. ഈ അളിയന്മാർ രണ്ടും ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും. എൻ്റെ ഭഗവാനെ, എങ്ങനെയെങ്കിലും അതിർച്ചങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? ആർദ്രവ് ചോദിച്ചു. എന്നും പറഞ്ഞ് അവൾ വാതിലടയ്ക്കാനെന്തും അരുണും ധ്രുവ് സമ്മതിച്ചില്ല. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, എങ്ങനെ ഇവന്മാരെ പറഞ്ഞ് തീയിപ്പിക്കണം എന്നവൾ മനസ്സിൽ പറഞ്ഞു. പറ്റില്ല, നിങ്ങൾക്കിപ്പോൾ ഇതിലൂടെ പോകാൻ പറ്റില്ല, എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞ് വാതിലിന് കുറുകെ നിന്നു. അതെന്താ പറ്റാത്തത്? നീ എന്താ ഇവിടെ ആർജവനെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിട്ടുണ്ടോ പറ്റാതിരിക്കാൻ എന്ന് അരുൺ ചോദിച്ചതും ആരതി ഞെട്ടി. അത് അവളുടെ മുഖത്തു നിന്നും വ്യക്തമായി. എൻ്റെ പളനി കണ്ട മുത്തപ്പ, ഇവന്മാർക്ക് ഇതെങ്ങനെ മനസ്സിലായി? എന്തോ ചെയ്യാൻ? ഒളിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, അപ്പം ഞങ്ങൾ കയറട്ടെ, എന്നിട്ട് വേണം ഉറങ്ങാൻ എന്ന് ധ്രുവ് പറഞ്ഞിട്ട് ആരതിയെ തള്ളി മാറ്റി റൂമിൽ കയറി. ഇനി എന്താവും നടക്കുക? ആദ്രവ് റൂമിലുള്ളത് അവരറിയുമോ? അവർ കയറിയതും ആരതി നെഞ്ചിൽ കൈവച്ച് കണ്ണുപൂട്ടി. ആദ്രവിനെ ചീത്ത പറയുന്ന ശബ്ദം കേൾക്കാത്തതുകൊണ്ട് ആരതി കണ്ണു തുറന്നതും അവളുടെ മുന്നിൽ കൈ രണ്ടും മാറിൽ പിണച്ചു വെച്ച് നിൽക്കുന്ന ആദ്രവിനെയാണ് അവൾ കണ്ടത്. ചുറ്റും നോക്കിയിട്ട് ശ്വാസം ആഞ്ഞു വലിച്ചു. ഓ, സമാധാനമായി. നിങ്ങളെ ഇവർ കണ്ടില്ലല്ലോ? ആരതി ചിരിച്ചുകൊണ്ട് ആർദ്രവനോട് പറഞ്ഞു. ഏയ്, കണ്ടിട്ടില്ല. നിന്റെ ഏട്ടന്മാർ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്. നീ അവരെ പറഞ്ഞോണ്ട് കരുതി ഞാൻ ഒളിച്ചിരുന്നില്ലേ? അപ്പോഴല്ലേ നിന്റെ ഏട്ടന്മാർ ഇടിച്ചു കയറി വന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ മല പോലെ നിൽക്കുന്നത് കണ്ടിട്ട് നിന്റെ ഏട്ടന്മാർ പോയത് കണ്ടോ? ആർദ്രവ് പറഞ്ഞു. പബ്ബിൽ പിന്നെ എന്തിനാ പോകുന്നത്? എൻ്റെ ഏട്ടന്മാർ 2 ആഴ്ചയിലെ പബ്ബിൽ പോയി ഡ്രിങ്ക് ചെയ്യും. ഓവറായില്ലെങ്കിലും രണ്ടിനും വലിയ വെളിവൊന്നും ഉണ്ടാവില്ല, ആരതി പറഞ്ഞു. പബ്ബിൽ ഡ്രിങ്ക് ചെയ്യാൻ മാത്രമാണ് നിന്നോട് ആരാ പറഞ്ഞു പോകുന്നത്? പബ്ബിലെ പെണ്ണുങ്ങളോട് ഡാൻസ് കളിക്കാനും കൂടിയാണ് പോകുന്നത്. ഇതൊന്നും അറിയില്ലല്ലേ എൻ്റെ ഭാര്യയ്ക്ക്? എനിക്കറിയാം. അതിന് കണ്ട പെണ്ണുങ്ങളോട് ഒന്നുമല്ല എൻ്റെ ഏട്ടന്മാർ ഡാൻസ് കളിക്കുന്നത്, എൻ്റെ നാത്തൂമാരുടെ കൂടെ തന്നെയാണ്. ആരതി പറയുന്നത് കേട്ട് ആർദ്രവ് അവളെ നെറ്റിച്ചൊളിച്ചു നോക്കി. നാത്തൂനോ? എൻ്റെ അളിയൻസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എവിടുന്ന്? തെളിച്ചു പറയടി. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ ഫോട്ടോയിലുള്ള 2 പേരും നാത്തൂൻസാണ്. ഇത് പിന്നെ അറിയാലോ, ഇവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാ. കല്യാണം നമ്മുടെ കൂടെ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഏട്ടത്തിമാരുടെ അച്ഛൻ മരിച്ചത്. അതുകൊണ്ട് അടുത്ത കൊല്ലം നടത്താമെന്ന് വിചാരിച്ചു. എൻ്റെ ഏട്ടന്മാർ രണ്ടും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മൂത്തതാണെങ്കിലും ട്വിൻസ് അല്ലേ, അതുപോലെ തന്നെയാണ് ഏട്ടത്തിമാരും. അവളുടെ ഫോണിലുള്ള അവരുടെ 4ൻ്റെയും ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് ആരതി പറഞ്ഞു. ഓഹോ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് നമ്മുടെ എൻഗേജ്മെൻറ്റൊന്നും അവരെ കണ്ടില്ലല്ലോ. എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് വരാത്തെ. കല്യാണത്തിന് വരും. ഇവരെങ്ങനെ, ലവ് ആണോ അതോ നമ്മളെപ്പോലെ അറേഞ്ച്ഡ് ആണോ? ലവ് എന്ന് ആരതി പറഞ്ഞിട്ട് ഫോൺ ആഫിക്ക് ബെഡിൽ പോയിരുന്നതും അവളുടെ അടുത്ത് ആർദ്രവും വന്നിരുന്നു. അത് കണ്ട് ആരതി നെറ്റി ചൊളിച്ച് അവനെ ഒന്ന് നോക്കി. എന്തിനാ ഇപ്പം ഇവിടെ ഇരിക്കുന്നത്? പോകുന്നില്ലേ? പോവാം. നിനക്ക് നെക്ലേസ് ഇഷ്ടപ്പെട്ടോ എന്ന് ആർദ്രവ് അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് ചോദിച്ചതും അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു. കൂടെ അവനും എഴുന്നേറ്റു. നെക്ലേസൊക്കെ ഇഷ്ടപ്പെട്ടു. മോൻ പോകാൻ നോക്ക്. അധിക നേരം ഇങ്ങനെ ഒട്ടിയിരുന്നാലും പലതും തോന്നും. രാത്രിയല്ലേ, പോരാത്തതിന് പുറത്ത് നല്ല തണുപ്പും. ആരതി പറഞ്ഞതിൻ്റെ അർത്ഥം ആദ്രവിന് മനസ്സിലായതും അവൻ അവളെ കളിപ്പിക്കാൻ വേണ്ടി അവളെ അവനോട് അടുപ്പിച്ചു. അവളുടെ ടീഷർട്ടിൻ്റെ ഇടയിലൂടെ അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ കൈ അമർന്നതും ആരതി ഒന്ന് ഉയർന്നു പൊങ്ങി. അവൻ്റെ കൈ വയറിലൂടെ ബാക്കിലേക്ക് പോയതും അവൾ അവൻ്റെ കൈ പിടിച്ചു. ആർച്ചവേട്ടാ, നിങ്ങൾ എന്ത് ചെയ്യുന്നേ? പോയെ, ആരെങ്കിലും കണ്ട വേണ്ട. ആരതി അവൻ്റെ കയ്യിൽ പിടിച്ചതും ആദ്രവ് അവളെ ഒന്നും കൂടി അടുപ്പിച്ചു. അവളുടെ 2 കൈയും ബാക്കിലാക്കി അവളുടെ അധരങ്ങൾ മൃദുവായി ചുംബിച്ചു. അവളുടെ കൈകളെയും അവളെയും സ്വതന്ത്രമാക്കിയതിനു ശേഷം അവൻ ഒറ്റക്കണ്ണിറുക്കി. നമ്മുടെ എൻഗേജ്മെൻറ്റ് മാത്രം കഴിഞ്ഞതുകൊണ്ടും ഇത് നല്ല തണുപ്പുള്ള രാത്രിയായതും ഞാനിപ്പോൾ നിന്നെ ഇത്രയേ ചെയ്യുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് മുഴുവനായി എടുത്തോളാം കേട്ടോടി, പിരിക്കട്ടിയോളെ. അവൻ അതും പറഞ്ഞ് ഗ്ലാസ് ഡോറിൻ്റെ അടുത്തേക്ക് പോയി. മരക്കോണി വഴി താഴേക്കിറങ്ങി. ആർദ്രവിൻ്റെ ചുംബനം ആരതിയിൽ രോമാഞ്ച പുളകിതയാക്കി. തൻ്റെ പ്രാണൻ്റെ ആദ്യ പ്രണയത്തിൻ്റെ ചുംബനം അവൾ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി തത്തിക്കളിച്ചു. മരക്കോണിയുടെ മുഴുവൻ സ്റ്റെപ്പും ഇറങ്ങിയതും ആർദ്രവ് പിന്നിലേക്ക് നോക്കിയതും അവൻ അവർക്ക് വളിച്ച ചിരി കളിച്ചു കൊടുത്തു.
അരുണും ധ്രുവും ആരതിയുടെ റൂമിൽ നിന്നും അവരുടെ റൂമിലേക്ക് പോവാൻ നിന്നും ധ്രുവ് അരുണിൻ്റെ കയ്യിൽ പിടിച്ചു. ഇത് കണ്ട് അരുൺ നെറ്റി ചുളിച്ച് ധ്രുവിനെ നോക്കിയതും അവൻ കൈവിട്ടു. എടാ അരുണെ, നമ്മൾ ആരുവിൻ്റെ റൂമിൽ ആരെയോ ഒരാളെ കണ്ട പോലെ നിനക്ക് തോന്നിയോ? ആടാ, എനിക്കും തോന്നി, ആദ്യ ഒളിയൻ്റെ പോലെയൊക്കെ. അരുൺ അവൻ്റെ സംശയം പ്രകടിപ്പിച്ചു. എനിക്കും. ഇനി നമ്മൾ ഡ്രിങ്ക് ചെയ്തുകൊണ്ടാവുമോ അങ്ങനെ തോന്നിയത്? നമുക്കെന്തായാലും പ്രൂവ് ചെയ്യാം. വാ, അവളുടെ റൂമിലേക്ക് പോവാം. ഏയ് വേണ്ട, നമുക്ക് അവൻ്റെ ബൈക്ക് പുറത്തുണ്ടോ നോക്കാം. ധ്രുവ് പറഞ്ഞതും അരുണും അതിനോട് യോജിച്ചു. അവർ രണ്ടുപേരും താഴേക്ക് പോയി. രമ്യയുടെയും പ്രസാദിൻ്റെയും റൂമിലേക്ക് നോക്കിയതിനു ശേഷം ഡോർ ശബ്ദമുണ്ടാക്കാതെ തുറന്നു. ഗേറ്റ് തുറന്ന് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ആർദ്രവിൻ്റെ ബുള്ളറ്റ് കണ്ടതും അരുൺ ധ്രുവിന് കാണിച്ചു കൊടുത്തു. കണ്ടോ, അപ്പോൾ നമ്മൾ ഫിറ്റായത് കൊണ്ടല്ല, ഇപ്പോൾ പോയി പൊക്കിയാലോ? അരുൺ ചോദിച്ചു. ഏയ്, നിനക്കെന്താ വട്ടുണ്ടോ? അളിയൻ പെങ്ങളുടെ റൂമിലല്ലേ, അതും അവളെ കെട്ടാൻ പോകുന്നതല്ലേ, നമ്മളെങ്ങനെ അങ്ങോട്ട് പോവാ? അളിയൻ കോണി കയറി ടെറസിലൂടെ ഡയറക്റ്റ് ആരൊരു റൂമിൽ കയറിയതാവും. അതുകൊണ്ട് നമുക്ക് കോണിയുടെ അടുത്ത് പോയി നിൽക്കാം. അവർ രണ്ടുപേരും കോണിയുടെ അടുത്തേക്ക് പോയതും ആരവ് ആരതിയുടെ റൂമിൽ നിന്നും കോണിയിലൂടെ ഇറങ്ങി വരുന്നത് കണ്ടതും രണ്ടും കോണിയുടെ കാലിൽ പിടിച്ചു. അളിയൻ എന്താ ഇവിടെ, അത് ഈ നേരത്ത്? ആർദ്രവ് ഇറങ്ങിയത് കണ്ടതും ധ്രുവ് ചോദിച്ചു. അതോ, അത് ഞാൻ മൂത്രമൊഴിക്കാൻ എന്ന് ആർദ്രവ് എങ്ങനെയൊക്കെയോ പറഞ്ഞു. ഇത് കേട്ട അരുൺ അവനെ തുറച്ചു നോക്കി.